എല്ലാവർക്കും എസ് ടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വലിയ സ്വാതസ് നമ്മൾ ഇന്ന് വന്നുള്ള ഗ്രാനി 2 ആയിട്ടാണ്. ഇത് നമ്മൾ 2 ഏരിയ എടുത്തിട്ടുണ്ട് ഈസിയിൽ വേണം. അപ്പോൾ നമ്മളിത് ഡേ 3 ആണ്, കാരണം നമുക്ക് ഡോർ ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ നമ്മളിത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്. അപ്പോൾ നമുക്ക് വെപ്പൺ കീ ഇപ്പോൾ എവിടെയാണെന്നറിയാം. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ നോക്കാം. നമ്മൾ ഇന്നത്തെ ഒരു ചാലഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെപ്പൺ കീ കണ്ടുപിടിച്ച് ഒന്ന് തട്ടണം. ഇപ്പോൾ ഗൈസ് 2 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് അടച്ചിടാം. എന്നിട്ട് ഇവിടെ അടയ്ക്കാം. ഡോർ ലോക്ക് വെച്ചിട്ടുണ്ട്. അവരവിടെ തട്ടും. ഇങ്ങനെ ഞാൻ ഒരിക്കൽ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. കാരണം വെപ്പൺ കീ നമ്മൾ നേരത്തെ കണ്ടെന്ന് പറഞ്ഞതോ അവിടെയാണ്. അപ്പോൾ വെപ്പൺ കീ ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ഗൺ ഈസി ആയിട്ട് കിട്ടും. കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് സ്റ്റൺ ഗണ്ണുണ്ട്, ഷോർട്ട് ഗണ്ണുണ്ട്. ആദ്യം നമ്മൾ ഈ എടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റൺ ഗണ്ണൊക്കെ കിട്ടും. ഇവർ വരുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിവിടെ നോക്കാം. ഓക്കെ യെസ്. ഓക്കെ ഗൈസ്, ഇതാ ഇവിടെയാണ് വെപ്പൺ ഉള്ളത്. നമുക്ക് എന്തായാലും കീ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. ഇതാ ഷോർട്ട് ഗണ്ണ്, 2 ബുള്ളറ്റ് ആദ്യം കിട്ടും. ഇനി ഇത് തീരുമ്പോൾ എവിടെ നിന്ന് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവരൊന്ന് വരട്ടെ. അവർ നോക്കാതെ എന്താ ഗ്രാൻഡ് പവർ ഉണ്ട്. അപ്പൂപ്പ ഇങ്ങോട്ട് വാ. അപ്പൂപ്പ കണ്ടു. ഓക്കെ ഗൈസ്, നമ്മളിതാ 2.5 മിനിറ്റ് ഉണ്ട് നമുക്ക്. ഇതാ അടുത്ത അമ്മൂമ്മയാണ്. സോ നമ്മളിതാ അവർ 2 കിച്ചി കിടക്കണ. ഇനിയിപ്പം ചിലപ്പം വരും. എന്തായാലും നമുക്ക് ഇവിടേക്കൊന്ന് തുറക്കാം. ഈ റൂം ഇവിടെയാണ് സേഫ് ഒക്കെ ഉള്ളത്. അതാ ഇവിടെ 2 ബുള്ളറ്റ് ഉണ്ട്, എടുക്കാം. തുറന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല. താഴെ സ്പാർക്ക് പ്ലഗ് കിട്ടി ഗൈസ്. സ്പാർക്ക് പ്ലഗ് നമുക്ക് പിന്നീട് വന്നെടുക്കാം. അപ്പോൾ സ്പാർക്ക് പ്ലഗ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബോട്ട് എസ്കേപ്പിനുള്ള സാധനമാണ് ആദ്യം തന്നെ വന്നത്. നമുക്ക് എന്തായാലും ബോട്ട് എസ്കേപ്പ് ട്രൈ ചെയ്തൊക്കെ. ഇവിടെ ഒന്നും ഇനി കാണൂല. എന്തായാലും ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അങ്ങോട്ട് എന്തായാലും തൽക്കാലത്തേക്ക് പോകണ്ട. നമുക്കിനി നേരെ ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നൊക്കെ മുകളിലോട്ട് പോവുക, അതായിരിക്കും ബെറ്റർ ഐഡിയ. എന്നിട്ട് അവിടേക്ക് ഒന്ന് തുറന്നു മതി. ഇവിടെ 2 ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, അതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാണ് നേരത്തെ. എന്നിട്ടൊക്കെയാണ് ഇപ്പം ഇവിടെ വേണ്ട. മിക്കവാറും അവർ എണീറ്റ് കാണും. നമുക്ക് എന്തായാലും ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, കാരണം കുറച്ച് ടൈമായി. ഓക്കെ, ഇത് അപ്പം വന്നിട്ട് തൊട്ട് പിന്നാലെ വന്ന്. ഗോയ്സ് യെസ്, കമോൺ. അയ്യോ, ബുള്ളറ്റ് വീണ്. അമ്മമ്മ അടിക്കല്ലേ അമ്മമ്മ. ഇവിടെ ബുള്ളറ്റ് ഉണ്ട് ഗായ്സ്. കിട്ടി ഗായ്സ്, നമ്മളെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തായാലും ഒന്നുകൂടെ നമുക്ക് എടുക്കാം. എന്താ ഡോർ ലോക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഡേ 4 ആണ്. ഓ ഷിറ്റ്. ഓക്കെ യെസ് ഗായ്സ്, നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ്. യെസ്, അവരിതാ വരുന്നുണ്ട്. അടുത്ത ആളും കൂടെ ഒന്ന് വന്നിട്ട് എന്താ ഗ്രാനി വന്ന്. ഇപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ് പോയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നിന്ന് പോവാം. ഓ യെസ് ഗായ്സ്, സംഭവം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് കുറച്ച് നേരത്തെ വന്നിട്ട് എന്നിട്ടാണ് ഗ്രാനി വന്നത്. അപ്പോൾ ഗ്രാൻഡ് തിരിച്ചു പോകാനായിട്ട് വന്നതാണ്. ഡോർ ലോക്ക് ഇവിടെ ഉണ്ട്. ഇത് ഗൈസ് ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ വെപ്പൺ കീ എടുത്ത് വെപ്പൺ കണ്ടുപിടിക്കണം. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഗ്രാനി വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ദ ഗ്രാൻഡ് പെയിൻ പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് പോകാം, കാരണം അവരവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. എന്തായാലും പെട്ടെന്ന് കുറച്ച് ടൈമേ ഉള്ളൂ. ഏകദേശം നമ്മൾ അവരെ വെടിവെച്ചിടുമ്പോൾ കിട്ടൂല. ആ ഒരു ടൈം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇനി പെട്ടെന്ന് നമ്മൾ ഷോർട്ട് ഗൺ നേരത്തെ നമ്മൾ ഗ്രാനീനെ തട്ടിയപ്പോഴത്തേക്കും അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബുള്ളറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ തുറന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് സെക്യൂരിറ്റി റൂമിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, കാരണം അവർ വരുമെങ്കിൽ. ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആ ഒരു 5th ഡേ. അപ്പോൾ നമ്മൾ സ്പീഡ് കുറയും. ഓക്കെ യെസ് ഗായ്സ്, വരുന്നില്ലേ നിങ്ങൾ? വരൂ, എനിക്ക് തട്ടാൻ തീർക്കുക. യെസ് ഗായ്സ്, ഇതാ വരുന്നുണ്ട്. ഗ്രാനി വന്നിട്ടുണ്ട്. യെസ്, നമ്മൾ തെറിച്ച് പോയി ഗായ്സ്. ഇതാ ഗ്രാൻഡ് പവർ ഉണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാറ്. സ്പാർക്ക് പ്ലഗ് എടുക്കാം. നമുക്ക് സ്പാർക്ക് പ്ലഗ് എടുത്തിട്ട് പോവാം. അതിന് മുമ്പ് നമുക്കിത് ഇവിടെ 2 ബുള്ളറ്റ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഇത് ജസ്റ്റ് ബോട്ടിൻ്റെ അവിടെ കൊണ്ടേ നമുക്കിനി സ്പാർക്ക് പ്ലഗ് എടുക്കണം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇനിയിപ്പം ഗായ്സ് ട്രാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാണ്. ഇവിടെ സ്പാർക്ക് പ്ലഗ് ഇവിടെ എവിടെയായിരുന്നു, ഞാൻ മറന്നു. ഇവിടെ തന്നെ, സേഫ് റൂമിൽ തന്നെ സ്പാർക്ക് പ്ലഗ്. ഗായ്സ്, തോക്ക് പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്പാർക്ക് പ്ലഗ് ആദ്യം തന്നെ കൊണ്ടിടണം. ഓക്കെ, സോ ഇവിടെ നമുക്കിടാം, ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അതവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് ഗൺ എടുത്തിട്ട് പോവാം.
എന്തായാലും കുറച്ച് സമയം കിട്ടും, ഒരു 2.5 minutes എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. വരുന്നില്ല, എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് തൽക്കാലം. ദൈവമേ, ആരില്ലല്ലോ. ഇല്ല, നമുക്ക് എന്തായാലും താഴെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്നിനി എന്തെങ്കിലും കിട്ടും. പ്രത്യേകിച്ച് ഇത് 5th ഡേ ആണ്. അത് മാത്രമല്ലാണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. മാത്രമല്ല ഇന്നിനി നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഒരു വെടി വെച്ച്, ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലും പറ്റൂല. ഓക്കെ, സോ അറിയാതെ നമ്മൾ വെടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് തട്ടാൻ പറ്റൂല. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.